നമസ്കാരം ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 45 വാട്ട്സിൻ്റെ ചാർജിങ്ങും 5500 mAh ബാറ്ററി, ഏകദേശം നല്ലൊരു ചിപ്സെറ്റിൽ 90 FPS ഗെയിമിങ്, അതിനൊപ്പം തന്നെ 4K 30 FPS റെക്കോർഡിങ്, അതിനൊപ്പം AMOLED സ്ക്രീനും 144 Hz റിഫ്രഷ് റേറ്റും, ഇത്രയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം ഫോണിൽ ഉണ്ടാവില്ലേ എന്നുള്ളൊരു വലിയ ചിന്തയാണ്, പ്രത്യേകിച്ച് ഇൻഫിനിക്സ് എന്നുള്ളൊരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 50S 5G Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 50S 5G, അല്ലെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 50S എന്ന് പറഞ്ഞാലും മതി. സോ ആ ഫോണിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും എന്ന് പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. അധികം വാചകടിയും പരിപാടിയൊന്നുമില്ല, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് പറഞ്ഞത്. അത് കൂടെ നിങ്ങൾ വേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ പെട്ടിയിൽ എന്തിരിക്കുന്നു ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പ്രൈസിങ്ങും പറയുന്ന സമയത്ത് പെട്ടീൻ്റെ അകത്ത് നിങ്ങൾക്ക് 45 വാട്ട്സിൻ്റെ ബ്രിക്കും കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണഗതിയിൽ പെട്ടിയിൽ എന്തൊക്കെ കിട്ടുമോ കളേർഡ് ആയിട്ടുള്ള കേസും കിട്ടുന്നുണ്ട്, കേബിളും കാര്യങ്ങളും സിം ടൂളും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 16,000 രൂപയാണ്. 8GB 128GB ആണ്. പിന്നെ 256 നിങ്ങൾക്ക് ഏകദേശം 1,000-2,000 രൂപ കൂടുതലും വരുന്നുണ്ട്. പക്ഷേ ചാർജർ പെട്ടിയിൽ കിട്ടുന്നു എന്നുള്ള ഒരു ഫാക്റ്റ് നല്ല കാര്യമാണ്. ആൻഡ് വിത്ത് ഓഫേഴ്സ് 15,000 കിട്ടുമായിരുന്നു. ഇപ്പം അതുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്തല്ല ഈ വീഡിയോ ഇടുന്നത്. ലോഞ്ച് ചെയ്തിട്ടൊരു 1 മന്തോളം ആയി ഏകദേശം. സോ 16,000 രൂപ എന്നുള്ള പ്രൈസ് പോയിന്റിൽ നോക്കുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് ഈ ഫോൺ എന്നുള്ളത് നമുക്ക് ബാക്കി അങ്ങോട്ട് പറയാം. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 180 ഗ്രാമിൻ്റെ ആണ് വെയിറ്റ് വരുന്നത്. 7.6 mm ആണ് തിക്നെസ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നാണ് പറയുന്ന സമയത്ത്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. അത് ഡിസ്പ്ലേ ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ. ആ ഒരു ക്യാമറ മൊഡ്യൂളും വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ഭയങ്കരമായിട്ട് സാധാരണഗതിയിൽ ഇൻഫിനിക്സ് പോലെയുള്ള ബ്രാൻഡുകൾ, ഞാനങ്ങനെ താഴ്ത്തി പറയല്ല എന്നാലും പറയുകയാണ്, അവരൊരു ചേഞ്ച് വരുത്താൻ നോക്കിയിട്ട് വളരെ കൂറ ഡിസൈനും കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് അത്രയൊരു കൂറ ഡിസൈനായിട്ട് തോന്നിയില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡ്യൂറബിലിറ്റിയുടെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ വീഗൻ ലെതറിൻ്റെ ബാക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ വലിയ രീതിയിലൊന്നും വീണാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. എന്ന് കരുതി എറിഞ്ഞ് പൊട്ടിക്കാനൊന്നും ഉള്ള ശ്രമം നോക്കണ്ട, വാറണ്ടി കിട്ടൂല. IP64 വാട്ടർ റേറ്റിംഗ് കിട്ടുന്നുണ്ട്. സോ ചെറുതായിട്ട് മഴയൊന്നും കൊണ്ടാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എഗെയിൻ മഴ കൊണ്ട് വെള്ളം കയറിയ വാറണ്ടി ഒന്നും കിട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ സാധിക്കും. സോ മൊത്തത്തിൽ പറയുമ്പോൾ ആ ഒരു ഡ്യൂറബിലിറ്റീൻ്റെ കേസിലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 3.5mm ഓഡിയോ ജാക്ക് അവർ കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുക്കാമായിരുന്നു. SD കാർഡിൻ്റെ സ്ലോട്ടും കൊടുത്തിട്ടില്ല. സോ 256 GB തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അങ്ങനെയാണ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 6.78 ഇഞ്ചസിൻ്റെ 144 Hz മാക്സിമം റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫുൾ HD+ റെസൊല്യൂഷനാണ്. AMOLED സ്ക്രീനാണ് കിട്ടുന്നത്. 10 ബിറ്റിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ കളർ ഡെപ്ത് 1 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യും. 3D കർവ്ഡ് പാനലും ആണ്. 1300 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 2304 Hz PWM ഡിമ്മിങ് കിട്ടുന്നുണ്ട്. അതായത് AMOLED ഡിസ്പ്ലേ ആണ്. ഫ്ലിക്കറിങ്ങിൻ്റെ ഇഷ്യൂസിൽ തലവേദന വരുന്ന ഒരു സംഭവം കുറയ്ക്കുന്നതാണ് PWM ഡിമ്മിങ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടില്ല. അതായത് പെട്ടെന്ന് വീണ് ഉടനെ പൊട്ടും എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട. അത്യാവശ്യം സെക്യൂർഡ് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചിന്തിക്കുമ്പോൾ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പല വലിയ വലിയ ബ്രാൻഡുകൾ, ഞാൻ പേരെടുത്ത് പറയാം, എനിക്ക് ഒരു മടിയില്ല. കാരണം ഞാനിവിടെ സത്യസന്ധമായിട്ട് കാര്യം തുറന്ന് പറയാതിരിക്കുകയാണ്. IQ അടക്കം ഇപ്പോൾ മോണോ സ്പീക്കർ കൊടുക്കുന്നുണ്ട്. തീരെ സാറ്റിസ്ഫൈഡ് അല്ല ഞാനതിൽ. സാംസങ് M56 അകത്ത് നമുക്ക് മോണോ സ്പീക്കേഴ്സാണ് കിട്ടി. 27,000 രൂപ അതിന്. ഈ 15,000 രൂപയുടെ 16,000 രൂപയുടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. വിത്ത് JBL ട്യൂൺഡ് എന്നാണ് അവർ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, സംഭവം അവർ തരുന്നുണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. HDR സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ വൈഡ് വെൻ L1 മേ ബി വന്നേക്കാം. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്തത് നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ പറഞ്ഞതിന് ശേഷം പെർഫോമൻസ് പറയാം. XOS 15 ബേസ്ഡ് ഓൺ Android 15 ആണ്. ബേസിക് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതായത് ഈ എന്തോ ഒരു AIGC പോർട്രേറ്റ് എടുക്കുമ്പോഴുള്ള AI ഫീച്ചറാണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ കുറച്ച് ബ്ലോട്ട്വെയർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു പ്രൈസ് പോയിന്റിൽ, ഈ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക്.
പക്ഷേ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. ആൻഡ് കുറച്ച് ബഗ്ഗുകളും എക്സ്പെക്റ്റ് ചെയ്യാമെങ്കിലും അവർ ഈ XOS 15-ൻ്റെ അകത്ത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് അനിമേഷൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മൊത്തത്തിൽ അവർ നന്നായിട്ട് വരുന്നുണ്ട്. 2 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു AI ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള വരുന്നുണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്, പിന്നെ ഹാലോ ലൈറ്റ് വരുന്നുണ്ട്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫ്ലാഷ് ലൈറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബാക്കിലൊരു ഹാലോ ലൈറ്റും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് MediaTek Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിപ്സെറ്റാണ്. LPDDR5X ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 ആണെങ്കിലും LPDDR5X ഉള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് തന്നെ ചെയ്യണം. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ UFS 2.2 കൊടുത്തിട്ടുണ്ട്. സോ അതൊരു നല്ല പാക്കേജ് ആണ് ആക്ച്വലി. കാരണം 6,75,000 പുറത്ത് AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. 84% ഏകദേശം CPU ത്രോട്ടിലിംഗ് വരുന്നത്. COD ആയാലും ഫ്രീ ഫയർ ആയാലും നിങ്ങൾക്ക് 90 FPS ഗെയിമിങ് പറ്റും, BGMI 60 FPS ഗെയിമിങ് പറ്റും. ഇതൊന്നും ചിലപ്പോൾ ഹൈപ്പർ സ്മൂത്ത് ആയിക്കോളണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ 15,000 16,000 ആ ഒരു പ്രൈസ് പോയിന്റിൽ നോക്കുമ്പോൾ ചൊട്ടാക്കൂറ ഫോണുകൾ ഇറക്കുന്ന സ്ഥാനത്ത് ഇതെങ്കിലും ഇവർ തരുന്നുണ്ട്. അതിലെനിക്ക് അത്യാവശ്യം, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാമെന്നെങ്കിലും വിചാരിച്ചത്. ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്, വലിയ കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. ബാറ്ററി സെക്ഷൻ ഞാൻ പറഞ്ഞു, 5500 mAh ബാറ്ററി, 45 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്. സോ അതും അവർ അത്യാവശ്യം കലക്കിയില്ലേ. എന്തായാലും ബേസിക് ബാറ്ററി ലൈഫ് തരും, 45 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡും കിട്ടുന്നുണ്ട്, പെട്ടിയിൽ സാധനവും വരുന്നുണ്ട്. ആൻഡ് അടുത്ത് മറ്റ് ഫീച്ചേഴ്സ് നോക്കും, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്കും, IR ബ്ലാസ്റ്റർ, IP64 റേറ്റിംഗ്. നമുക്കിവിടെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ കൊടുത്തിട്ടുണ്ടാവും, ബേസിക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ 5G ഫോണാണ് ആക്ച്വലി ഒബ്വിയസ്ലി. ആൻഡ് Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.4, NFC-യുടെ സപ്പോർട്ട് വരുന്നില്ല, FM റേഡിയോ ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഹാലോ ലൈറ്റിൻ്റെ സംഭവം വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 64 മെഗാപിക്സലിൻ്റെ IMX682 എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. IMX-ൻ്റെ സെൻസർ കൊടുത്തു എന്ന് മാത്രമല്ല 4K 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ബാക്കിലും വരുന്നുണ്ട്, ഫ്രണ്ടിലും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 13 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പിന്നെ പ്രൈമറി ക്യാമറ അല്ലാണ്ട് ഒരു 2 MP ഡെപ്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഒഴിവാക്കാം, അത് വേണ്ടാന്ന് വിചാരിക്കാം. ആ ഒരു പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണെങ്കിൽ പോലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബാക്കിലും ഫ്രണ്ടിലും 4K 30 FPS കൊടുക്കുക എന്ന് പറയുന്നതെങ്കിലും ഒരു നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫൈനൽ വെർഡിക്റ്റ് നോക്കുമ്പോഴേ 16,000 രൂപയാണ് കയ്യിലുള്ളത്. അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ട് ഫോൺ വേണം. ഇനിയൊരു 18 രൂപ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കാം. പക്ഷേ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് 18 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇട്ടാൽ ആ 20 രൂപ കാറ്റഗറിയിൽ വേറെ തന്നെ ഫോണുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾ 15 രൂപയ്ക്ക് കണ്ടാൽ മതി. അതായത് 128 GB എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ 256 എടുത്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അതായത് ഒരു മോശപ്പെട്ട സ്മാർട്ട് ഫോൺ അല്ല, പെർഫോമൻസിന് വലിയ കുഴപ്പമില്ലാത്തതുണ്ട്, ഡിസ്പ്ലേ ഗംഭീരമാണ്, 144 Hz ഏതൊക്കെ ആപ്പിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതല്ല മെയിൻ. പിന്നെ ജസ്റ്റ് 120 Hz എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ 15,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഡിസ്പ്ലേ സെറ്റപ്പും വലിയ കുഴപ്പമില്ലാത്ത 4K 30 FPS 45 വാട്ട്സും 5500 mAh ബാക്കപ്പും കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുമ്പോൾ മിലിറ്ററി ഗ്രേഡിൻ്റെ പ്ലസ് ഗൊറില്ല ഗ്ലാസ് 5ഉം മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ലൊരു സാധനം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ അത്ര മാത്രം. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ അമർത്താനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി ഫോളോ ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.